എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് ദേവര സിനിമയുടെ റോസ്റ്റ് വീഡിയോ. ഇപ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അതിൽ ഫിലിമി ഷെക്കിൻ്റെ ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ റീലോഡിൻ്റെ ആയിരുന്നു. ഗംഭീരം, അടിപൊളി സാധനമായിരുന്നു. അപ്പം ഫിലിമി ഷെക്കിൻ്റെ അങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ. നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഫിലിമി ഷെക്കിന്റെ സാധാരണ വരാറുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതലും റിയാക്ഷൻ ചെയ്തിട്ടുള്ളതും ഫിലിമി ഷെക്കിന്റെ തന്നെയാണ്. അത് റോസ്റ്റർമാരിൽ രാജാവാണ് ആള്. സത്യം കാണാം. അപാര കഴിവുള്ള ആളാ റോസ്റ്റ് ചെയ്യാൻ. ഒന്ന് തിന്നും സത്യം കേട്ടോ. പാവം ആ ഡോളിപ്പോ എന്തെങ്കിലും അറിഞ്ഞോ? തെലുങ്ക് നാട്ടിലെ വിനു മോഹൻ, കുഞ്ഞുമോൻ NTR, പുഷ്പ പോലൊരു പടം നോക്കി പുഷ്ടിപ്പെടാതെ പോയൊരു പടം ദേവര. അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കാണിച്ചുകൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ അതിൽ നടക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. അപ്പൊ അവിടെ എത്തി എന്ന് പറഞ്ഞൊരു ഗാങ്സ്റ്റർ വന്ന് ബോംബിടുമെന്ന് ഇന്റലിജൻസ് വിങ്ങിന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ആ എത്തിയെ പിടിക്കാൻ വേണ്ടി പോലീസുകാരെ അങ്ങനെ എത്തി അന്വേഷിച്ച് പോലീസുകാർ ചെങ്കടൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്തുകയാണ്. അതിഭയങ്കരമായ ആളുകൾ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ചെങ്കടൽ. ചെങ്കടലിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാ. സോ അവിടെ പോലീസ് ഓഫീസർ ചുമ്മാ കടപ്പുറത്ത് ഇങ്ങനെ നടക്കുമ്പോഴാവും ഒരു മൂലക്കിരിക്കുന്ന പഞ്ഞമിട്ടായി മുഖത്തൊട്ടിച്ച ഒരു കിളവനെ കാണുന്നത്. അയാളെ കണ്ടതും ആ പോലീസ് ഓഫീസർ ഒരു കാര്യവുമില്ലാണ്ടേ അപ്പാപ്പ ഈ എത്തീനെ പറ്റി അറിയുമെന്നൊക്കെ ചോദിക്കും. അത് കേട്ടതും ആ അപ്പാപ്പൻ എന്ന് പറഞ്ഞിട്ട് ആ ചെങ്കടലിന്റെ ചരിത്രം അങ്ങ് പറയാൻ തുടങ്ങും. ഈ ഗ്രാമം പണ്ട് കുറെ യുദ്ധമൊക്കെ ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉള്ള ഒരു ഗ്രാമമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിനു ശേഷം അവിടെയുള്ള ആൾക്കാരെ ഒന്നും ആരും മൈൻഡാക്കാതെയാവും. അതോടുകൂടി ജീവിക്കാൻ വേണ്ടി ആ രാജ്യസ്നേഹികളായ നാട്ടുകാര് ചെറിയ സ്മഗ്ലിംഗ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാവും. അതായത് കപ്പലിൽ വരുന്ന ചരക്ക് കടലിന്റെ അടിയിലൂടെ കൊണ്ടുപോയി അതിന്റെ മെയിൻ ആളായിരുന്നു അത്രേ ദേവര. ഞങ്ങളുടെ വിജയണ്ണം പണ്ട് ഇതേ സീൻ ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ആ മുടിയെങ്കിലും ഒന്ന് നനച്ചിരുന്നു. എന്നിട്ട് പോലും പരമോന്നത ഊക്കാണ് കിട്ടിയത്. അതൊക്കെ അറിയാമായിരുന്നു. ഈ കാലത്തും ഇങ്ങനെ ഒരു ഇൻട്രോ വെക്കാൻ ഇവന്മാര് കാണിച്ച ധൈര്യം അപാരം തന്നെ. അപ്പോ ഗൈസ്, ഈ ദേവരയും സെയ്ഫ് അലിഖാനുമാണ് ആ സ്മഗ്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഗാങ്ങിന്റെ മെയിൻ. ഇവർ നേരെ വന്ന് കപ്പലിന്റെ മുകളിൽ കയറി കണ്ടെയ്നറിന്റെ മേലെ കൂടെ ഓടി കണ്ടെയ്നർ തുറന്ന് അതിനുള്ളിൽ കുറെ കുഞ്ഞു കണ്ടെയ്നറുകൾ എടുക്കും. എന്നിട്ട് അത് കടലിലേക്ക് കെട്ടിയിറക്കും. ഇതിലെ ഷിപ്പ് ഒരു പ്രത്യേക തരം ഷിപ്പാണ്. നട്ടപ്പാതിരക്ക് കടലിന്റെ നടുവിലൂടെ പോകുമ്പോ പോലും ഒരു പേപ്പർ മടക്കി വീശി കാറ്റ് പോലും ഉണ്ടാവില്ല. അതിലെ ഇരുമ്പ് കണ്ടെയ്നറിന്റെ മേലെ കൂടെ ഓടിയാലും തല കുത്തി മറിഞ്ഞാൽ പോലും ഒരു കീഴ്വായു പോയ ശബ്ദം പോലും ഉണ്ടാവില്ല. പക്ഷെ ഒരു കുഞ്ഞി കത്തി എങ്ങാനും അതിന്റെ മേലെ തട്ടിയാലും ഉണ്ടാവുന്ന സൗണ്ട് അതിഭയങ്കരമാണ്. ആ സൗണ്ട് തടയാൻ വേണ്ടി അവന്മാര് ആ കത്തി എറിഞ്ഞ് വീഴ്ത്തി അത് പിടിച്ച് ആ കണ്ടെയ്നറിന്റെ മേലെ കൂടെ ചവിട്ടി രക്ഷപ്പെടും. എടാ, ഒരു കഥ പറയുമ്പോ എന്തെങ്കിലും കുറച്ച് ലോജിക്കലായി ചിന്തിച്ചൂടെ? ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ പടത്തിൽ നമ്മുടെ ഷൈൻ ചേട്ടനുണ്ട്. മൂപ്പർ അന്യഭാഷയിൽ പോയാൽ കൊല തൂക്കാണല്ലോ. പണ്ട് ബീസ്റ്റിൽ വിജയനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ ഇവിടെ അമ്മാതിരി മോഷണം നടക്കുന്ന സമയത്ത് കപ്പലിന്റെ തുമ്പത്തിരുന്ന് ബീഡി വലിച്ചതിന് കുഞ്ഞുമോൻ NTR വന്ന് തൂക്കിയെടുത്ത് കടലിൽ എറിയും. സോ ഗൈസ്, ഇവർ ഈ ചരക്കൊക്കെ കപ്പലിൽ നിറക്കി കടലിന്റെ അടിയിലൂടെ കൊണ്ടുപോയി അവരുടെ ബോസിന് കൊടുത്ത് പൈസ വാങ്ങും. അതാണ് ഇവരുടെ പരിപാടി. ഇനി നമ്മുടെ ദേവരനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഭാര്യയുടെ മകന്റെ അമ്മേന്റെ ഒപ്പം ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. മൂപ്പർ സ്മഗിൾ ചെയ്ത് കിട്ടുന്ന ഈ പൈസയൊക്കെ ചെങ്കടൽ ഗ്രാമത്തിലെ പാവം പിടിച്ച ആളുകൾക്ക് കൊടുക്കും. അവിടെയുള്ള ചെക്കന്മാരെയൊക്കെ പഠിപ്പിക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് നന്മമരം. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, പക്ഷെ അദ്ദേഹം നമുക്കിടയിൽ എത്രയോ പാവപ്പെട്ട. പിന്നെ ഈ സ്മഗ്ലിങ്ങും ചാരിറ്റിയും ഒക്കെ കഴിഞ്ഞുള്ള ബാക്കി സമയം മൂപ്പര് കടലിൽ പോയി വലിയ സ്രാവിനൊക്കെ പിടിച്ചു കൊണ്ടുവരും. പക്ഷെ ഇങ്ങനെ പിടിച്ച സ്രാവൊന്നും ഇതുവരെ വിറ്റുപോയിട്ടില്ല. അതൊക്കെ അസ്ഥിയോടുക്കിടെ തന്നെ ആ കടപ്പുറത്ത് കാലകാലങ്ങളായി ഒരു സ്മാരകം പോലെ കിടക്കുകയാണ്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധമുണ്ട്. ഇതേ സമയം ഇവരുടെ ഗാങ്ങിലെ സെയ്ഫ് അലിഖാൻ ആളിത്തിരി ക്രൂരനാണ്. സെയ്ഫ് അലിഖാനും ദേവരയും കൂടി ഏറ്റുമുട്ടിയാൽ ആ ഫൈറ്റ് ഇപ്പോൾ തുടങ്ങിയാൽ നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. സൂര്യന് വരെ നേരെ വെളുത്തില്ലെന്ന് കൺഫ്യൂഷനായി. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവരൻ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ചെക്കൻ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ മരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ
ദേവരയും ഗാങ്ങും വീണ്ടും സ്മഗ്ലിങ്ങിന് വേണ്ടി ഇറങ്ങും. അവർ കപ്പലിൽ നിന്ന് ചരക്കിറക്കി കടലിനടിയിലൂടെ നൈസായി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കസ്റ്റംസ് വന്നത് പിടിക്കുന്നത്. എന്നിട്ട് അവർ അറസ്റ്റ് ആക്കി കസ്റ്റംസിന്റെ ബോട്ടിൽ കയറ്റി ഉപദേശിക്കാവൂ. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ദേവരൻ മനസ്സിലാക്കുന്നത്. അവർ ഇത്രയും കാലം അവരുടെ ബോസിന് വേണ്ടി കടത്തിയത് തോക്കും ബോംബും ഒക്കെയാണെന്നുള്ള ഞെട്ടിക്കുന്ന രഹസ്യം. മാത്രമല്ല അതിലെ ബോംബ് പൊട്ടിയിട്ടാണത്രേ ദേവരൻ പഠിപ്പിച്ച ചെക്കൻ മരിച്ചതും. അത് കേട്ടതോടുകൂടി ദേവരൻ ഈ പരിപാടിയൊക്കെ നിർത്തി പോകാൻ നിൽക്കാവും. ബട്ട് ഗൈസ് സേഫ് അടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പറും ഗാങ്ങും ആ കസ്റ്റംസ് ഓഫീസറിനൊക്കെ കുത്തി കൊല്ലാൻ നോക്കും. അപ്പോഴേക്കും നമ്മുടെ ദേവരൻ എങ്ങനെയൊക്കെയോ അവരൊക്കെ രക്ഷിക്കും. ബട്ട് സേഫ് അടിക്കാനും ടീംസും ആ പിടിച്ചെടുത്ത ചരക്കുമായി അവിടുന്ന് തിരിച്ച് കരയിലേക്ക് പോയി അവരുടെ ബോസിന് കൊടുക്കും. അപ്പോഴേക്കും ബോധോദയം വന്ന ദേവരൻ വെപ്പൺ ഡീൽ ഇസ് എ ഡർട്ടി ബിസിനസ്, ഈ ഡീൽ ഞാൻ നടത്തില്ല, ആരെയും കൊണ്ട് നടത്തിക്കില്ല എന്ന് പറഞ്ഞ് ആ 4 ബോംബും തോക്കും നിറച്ച കുട്ടി കണ്ടെയ്നർ ആ ചരലിലൂടെ തള്ളി കൊക്കയിലേക്ക് ഇടാൻ നോക്കും. ഇതും പറഞ്ഞിട്ട് സൈഫ് അലി ഖാന്റെ ടീമിലെ 6 ആൾക്കാർ വന്നത് തടയാൻ നോക്കും. പക്ഷെ നോ രക്ഷ. അതിനുശേഷം ഗാരു എല്ലാരോടും സ്മഗ്ലിംഗ് ഒക്കെ നിർത്തി മീൻ പിടിക്കാൻ പോവാൻ പറയും. ഇന്നു മുതൽ നമ്മൾ മത്സ്യബന്ധനത്തിന് മാത്രമേ കടലിറങ്ങൂ. മാത്രമല്ല അത് ധിക്കരിച്ച് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയമാരുടെ ഒക്കെ പുറത്ത് 2 വെട്ടിട്ട് എക്സ് എന്ന് എഴുതി വിടും. ഇവൻ ആരുടെ എക്സ്മെന്നാ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലെ കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നത്. ദേവര അവിടെ വന്ന് ഡാൻസ് ഒക്കെ കളിക്കും. അത്ഭുതം എന്ന് പറയാമല്ലോ. ദേവരയുടെ ആ ഡാൻസ് കണ്ടതും കണ്ണ് കാണാത്ത പെൺകുട്ടി സെയിം സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് ഒക്കെ ആയി പോകുമ്പോഴാണ് ഒരു ചതി നടക്കുന്നത്. കടപ്പുറത്ത് പുതിയ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ദേവരൻ അവിടെ വരുത്തി കൊട്ടേഷൻ ടീമിനെ കൊണ്ട് തീർക്കാൻ നോക്കും സൈഫ് അലി ഖാൻ. പക്ഷെ അറിയാലോ ദേവരയാണ്. സൈഫ് അലി ഖാന്റെ ഗാങ്ങിലെ എല്ലാ എണ്ണത്തിനെയും ദേവരൻ തീർക്കും. എന്നിട്ട് അവന്മാരൊക്കെ ഒരു കൊമ്പിൽ കോർത്ത് എച്ച് പോലെ ഇങ്ങനെ വെക്കും. ആ എച്ച് പോലെ കോർത്തിട്ട കമ്പനടുത്ത് ദേവര ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാവരോടും കൂടി പറയാണ് ദേവരൻ കുറച്ചു ദിവസം ഒരു ദൈവത്തെ പോലെ ഇവിടെ മാറി നിൽക്കുകയാണ്. പക്ഷേ കടലിൽ ആരെങ്കിലും സ്മഗ്ലിംഗിന് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെയൊക്കെ പുറത്ത് എച്ച് അറിഞ്ഞു പോകുന്നേ. നേരാവണ്ണം വല്ല ജോലി ചെയ്ത് ജീവിച്ചോണം. എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. ചുരുക്കി പറഞ്ഞാൽ ഇനി പഴയ പോലെ പുറത്തിറങ്ങി നടന്നാൽ ഇതേപോലെ ആൾക്കാർ വന്ന് പൂളിക്കളയുമെന്ന് പേടിച്ച് ദേവരൻ മാസം എന്ന് നാടുവിട്ടതാ. സോ ഗൈസ് അതിനുശേഷം ദേവരനെ ആരും കണ്ടിട്ടില്ല, സ്വന്തം ഭാര്യ പോലും. അങ്ങനെ 12 വർഷങ്ങൾ കടന്നു പോകും. കൊച്ചുകുട്ടിയായിരുന്ന ദേവരന്റെ കുട്ടി വളർന്നു വലുതായി ജൂനിയർ NTR ആവും. അച്ഛനും മോനും തമ്മിൽ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും പേരിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അച്ഛൻ ദേവരയാണെങ്കിൽ മോൻ വര. പക്ഷെ സ്വഭാവത്തിൽ ഇവർ തമ്മിൽ വൻ വ്യത്യാസമാണ്. ഇവന്റെ അച്ഛന്റെ പോലെയൊന്നുമല്ല, ഒരു പേടിത്തൊണ്ടനാ. അയ്യോ അയ്യോ ഇവന്റെ അഭിനയം കണ്ടാൽ അറിഞ്ഞൂടെ ഇതിവൻ അഭിനയിക്കാന്ന്. ഇതേ സമയം സൈഫ് അലി ഖാൻ ആണെങ്കിൽ ദേവരനെ കൊല്ലാൻ വേണ്ടി പുതിയ പിള്ളേരൊക്കെ റിക്രൂട്ട് ആക്കി ഒരു ആർമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാവും. ആ ദേവരൻ എങ്ങനെ തിരിച്ചു വന്നാൽ പിടിച്ച് കൊന്നു കളയാൻ വേണ്ടി ഇവന്മാർക്ക് വൻ ട്രെയിനിങ് കൊടുക്കുകയാവും. അങ്ങനെ ട്രെയിനിങ് കിട്ടി ഇപ്പൊ ദേവരാന്ന് കേട്ടാ തന്നെ ഇവന്മാർക്കൊരു വികാരമാണ്. ഞാൻ ദേവരെ ഓർത്തിട്ട് രക്തം തെറിക്കുന്നത് വരെ അടിച്ചു വരാ. ഇനി നമുക്ക് ഈ സിനിമയിലെ നായികയെ പറ്റി പറയാം. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഇവളുടെ ബാത്റൂം ഇത്രയും മികച്ചൊരു ബാത്റൂം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നല്ലൊരു ബാത്ത് ടബും കോരി കുളിക്കാൻ കിണറും നല്ല ഗ്രീൻ അറ്റ്മോസ്ഫിയറും. ഏത് കുളിക്കാത്തവനും ഒന്ന് കുളിച്ചു പോകും. ഇനി ഇത്രയും നല്ല ബാത്റൂമിലുള്ള കുളിയൊന്നും പോരാഞ്ഞിട്ട് ഇവൾക്ക് വ്യത്യസ്ത കുളങ്ങളിലും കടലുകളിലും കുളിച്ച് ഗാർവിൻ ഇംപ്രസ് ചെയ്യാൻ ഒരു പാട്ടുമുണ്ട്. അവസാനം ആ കുളിയൊക്കെ കണ്ട് ഗാരു അവളിൽ അങ്ങ് ഇംപ്രസ് ആവും. ഈ കുളി സീനൊക്കെ ആ പാപ്പം പോലീസുകാരനോട് പറയുന്നതാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ നോക്കുമ്പോ പെട്ടെന്നുണ്ട് ദേവരയുടെ മമ്മി കിടപ്പിലാവുകയാണ്. തന്റെ മകൻ ദേവരയെ ഒരു തവണ കാണുന്നത് വരെ കട്ടിൽ വിട്ട് അവർ എഴുന്നേക്കില്ല. അത് അറിഞ്ഞതോടെ ദേവര മമ്മിയെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരികയാണ്. ബട്ട് ഗൈസ് അപ്പോഴേക്കും അവിടെ സൈഫ് അലി ഖാനും ടീംസും വന്ന് ദേവരയെ കാട്ടിലൂടെ ഇട്ട് ഓടിക്കും. കിലോമീറ്റർ ഓടി ഉണ്ടാവും. ബട്ട് അവിടുന്ന് അതിസാഹസികമായി നമ്മുടെ ദേവര രക്ഷപ്പെടും. അതിലാകെ ദേഷ്യം വന്ന സൈഫ് അലി ഖാൻ ഇനി കാത്തിരിക്കാനാവില്ല. ദേവരയെ പുറത്ത് ചാടിക്കണമെങ്കിൽ സ്മഗ്ലിംഗിന് വേണ്ടി ആളുകൾ കടലിൽ ഇറങ്ങണം. സോ അതിനുവേണ്ടി സൈഫ് അലി ഖാൻ അവന്റെ ആർമിയോട് ദേവരയെ കൊല്ലാൻ വേണ്ടി സ്മഗ്ലിംഗ് ചെയ്യാൻ കടലിൽ ഇറങ്ങാൻ പറയും. ഒപ്പം നമ്മുടെ ദേവരയുടെ മോൻ വരയെയും ആ ബോട്ടിൽ അങ്ങ് ഭീഷണിപ്പെടുത്തി കയറ്റി വിടും. അച്ഛനെയും കൊണ്ട് സ്വന്തം മോനെ കൊല്ലിക്കാനുള്ള മൂവ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സ്മഗ്ലിംഗിന് വേണ്ടി കടലിൽ ഇറങ്ങും. സ്മഗ്ലിംഗിന് വേണ്ടി ആളുകൾ ഇറങ്ങിയാൽ ദേവരയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. ദേവര ബോട്ടുകളിലേക്ക് ബോംബിടും. എന്നിട്ട് അതിലുള്ളവന്മാരുടെ ഒക്കെ പുറത്തൊക്കെ നീന്തി വന്ന് എച്ചിട്ട് പോകും. ഈ സമയത്താണ് നമ്മുടെ അപ്പാപ്പൻ ദേവരയുടെ വീട്ടിൽ പോയി ആ വമ്പൻ ട്വിസ്റ്റ് അങ്ങ് പൊട്ടിക്കുന്നത്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആ എച്ചിട്ട് പോകുന്നത് ദേവരയല്ല, ദേവരയുടെ മോൻ വരയാണത്രേ.
ദേവരെ പണ്ടേക്ക് പണ്ടേ ആ നാട് വിട്ടുപോയ ഫൈറ്റിൽ തട്ടിപ്പോയതാണ് അത്രേ. വയ്യാണ്ട് കിടക്കണ അമ്മച്ചിയെ കാണാൻ വന്നത് ദേവരയൊന്നുമല്ല, പകരം തലയിൽ വിഗ് വെച്ച് പൗഡർ ഇട്ട വരയാണ്. മാത്രമല്ല ഇതൊക്കെ എന്റെയും വരയുടെയും ഒരു കളിയാണത്രേ. അതായത് കൊച്ചെറുക്കനാണ് ദേവരുടെ മരണത്തിന് ശേഷം കടലിൽ ഇറങ്ങിയവന്മാരൊക്കെ എച്ചിട്ട് കൊന്ന് കരയിൽ കയറ്റിയത്. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ ഇതേ സമയം അങ്ങ് കടലിൽ സൂപ്പർ മാരിയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വര ഒരു സ്രാവിന്റെ പുറത്ത് കയറി അതിനെ വായക്കൂടെ കയറിട്ട് ഒരു കുതിരയെ പോലെ ഓടിപ്പിച്ച് അവിടെ ഉള്ളവന്മാരുടെ ഒക്കെ പുറത്ത് എച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ പാവം പിടിച്ച സ്രാവിന്റെ കാര്യം അലക്കുമ്പോഴെനിക്ക് അവസാനം വര ഇവരൊക്കെ ഒരു ബോട്ടിൽ കെട്ടി കരയിലേക്ക് വരും. എന്നിട്ട് അപ്പാപ്പനോട് പറയും ആർക്കും ഒരു സംശയവും തോന്നാണ്ടിരിക്കാൻ എന്റെ പുറത്തും അപ്പാപ്പൻ ഒരു എക്സ് വെട്ടി തരണമെന്ന്. അത് കേട്ടതും അപ്പാപ്പൻ ലാസ്റ്റ് വര സ്വയം പുറത്തൊരു എക്സിട്ട് അവരോടൊപ്പം പോയി കിടക്കും. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡിന് വേണ്ടി വൈ കട്ടപ്പാക്കിൽ ബാഹുബലിയൊക്കെ പോലൊരു ടെസ്റ്റ്. അതാണ് സംഗതി. നമ്മുടെ ദേവരെ കൊന്നത് മറ്റാരുമല്ല, ദേവരന്റെ മോൻ വര തന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. പടം കഴിഞ്ഞു. എടോ ഞാൻ തന്നോട് ആ എത്തി എവിടെയെന്നല്ലേ ചോദിച്ചേ? അതിന് താൻ എന്തിനാണോ ഈ 3 മണിക്കൂർ അപരാധം എന്നോട് പറഞ്ഞു? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ ഇങ്ങനെ ഒരു റോസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ. ഇത് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അതായത് ഫിലിമിഷക്കിന്റെ റോസ്റ്റ് ചെയ്ത വീഡിയോകളില് ഏറ്റവും ബെസ്റ്റ് ഫിലിമിഷക്കിന്റെ മാത്രല്ലേ, ഫിലിമിഷക്കിന്റെ അല്ല ഇതിന്റെ റീലോഡിന് നമ്മൾ ചെയ്തായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇത്രമാത്രം ഇതിനു മാത്രം കണക്ഷൻസ് നമ്മുടെ കണാരനൊക്കെ അയാള് ആ സ്കിറ്റില് കഥ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ സാധനങ്ങളെല്ലാം ഇതിൽ കണക്ട് ആവുന്നുണ്ടെന്നുള്ളതാണ് കറക്റ്റ്. അതിനുള്ള കറക്റ്റ് അതും അതിൻ്റെ എല്ലാ സംഭവങ്ങളും അതും ഇങ്ങനെ ഈ രീതിയിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാണല്ലോ ഭീകരമാണ്. എന്നിട്ട് മറ്റേ ദേവരന്റെ ഇത് കൊണ്ടുവച്ചിട്ട് നമ്മുടെ കീലേരി അച്ചു മാവുക്കോയിലേക്കും ഗംഭീരമായി കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിന് ശരിക്കും ഒരു ക്ലൈമാക്സ് കൂടി വേണമായിരുന്നു. സത്യം. അതായത് എങ്ങനെയെന്നറിയോ, സിനിമ ശരിക്കും കണാരന്റെ സ്കിറ്റ് കണ്ടുണ്ടായതാണ്. ദൃശ്യത്തിലെ ആ സീനിൽ സത്യം പോലീസ് ഇൻസ്പയർഡ് ആകാന്ന് പറയില്ലേ, ആ സാധനം പോലെ ഇത് ശരിക്കും ഒരു സ്കിറ്റ്, ഈ ഒരു കണാറിന്റെ സ്കിറ്റ് കണ്ടിട്ട് ചെയ്ത സിനിമ പോലെയാണ്. കാരണം അതിനകത്തുള്ള ആ കപ്പലിൽ പോണ കാര്യങ്ങൾ പറയുന്നത് എല്ലാം, ആ തള്ളണ കാര്യം എല്ലാം ഓരോ സാധനങ്ങളും അതിനകത്ത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ചോരക്കടലെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഏൽക്കൂലാർന്ന സാധനം അത് അതിലും വലുത് എന്ത് രസമായിട്ട് ചെയ്തേക്കണേ. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ മറ്റേ മുകേഷിന്റെ സാധനം കൊണ്ടുവന്നത് ഗംഭീരായിട്ടുണ്ട്. സത്യല്ലേ? ചോദിച്ചത് എന്ത്, ഒരു കാര്യം ചോദിച്ചതിന് 3 മണിക്കൂർ സമയം വേസ്റ്റ് ആക്കി. എന്താണെങ്കിലും സത്യമായിട്ടും ഇനി ആരെങ്കിലും ഫിലിമിഷക്കിന്റെ ഇത് കാണാത്തവരുണ്ടേ, കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, മേ ബി എല്ലാരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരാരെങ്കിലും ഒന്ന് കണ്ടോണം. അത് തന്നെയാണ് നമ്മള് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയുടെ അപ്ഡേറ്റ്സിന്റെ കുറെ തിരക്കിന്റെ സമയത്തായതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. കുറെ പേര് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഗംഭീരം ഈ മുത്താണ് ഈ അടുത്തതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുതല് വന്നിട്ടുണ്ടല്ലോ രാജാവാണ്, സത്യമായിട്ടോ. ജാതി ഐറ്റം വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല. അതായത് എപ്പോഴും കുറച്ചൊക്കെ വിട്ടുപോകും കുറച്ച് സ്ഥലങ്ങളിൽ. ഇതെന്ന് പറഞ്ഞാൽ തുടക്കം മുതല് ഈ ഒരു 11.5 മിനിറ്റ് വീഡിയോയില് എന്തൊക്കെയാണ് അത് തുടങ്ങിയ അവസാനം വരെ ഇതെല്ലാമായിട്ട് നമ്മളെ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കും. പിന്നെ അങ്ങനത്തെ അതായത് അപാരമായ തോട്ടുണ്ടാവും. പിന്നെ ചിലർക്ക് ഇതില് വെറുതെ ഇതിൽ ഒരു ബന്ധമില്ലാത്തവർക്ക് വരെ കിട്ടും. ഇപ്പൊ അതിലുണ്ടല്ലേ, പിന്നെ സ്പൂൺ ഫീഡിങ് ഉണ്ടാവില്ല ചില സാധനങ്ങൾ. ഇപ്പൊ ജയറാമിന്റെ ആ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തോണ്ടോ ആ ഒരു സമയത്ത് അതെന്ത് ജയറാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു. നീ ജയറാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. മനസ്സിലായി. പക്ഷെ ആ ഒരു അങ്ങനത്തെ കുറെ ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. എന്താണ് സാധനമൊക്കെ സത്യമായിട്ടും ഈ ഫിലിമിഷക്കിന്റെ മിക്സിങ് വേറെ ലെവലാണ്. അത് ഇതുവരെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു റോസ്റ്റ് ചെയ്യുന്ന ഒരാള് ഇല്ല. അത്ര ഗംഭീരമാണ്.
അടുത്തതായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.